നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവി ചേച്ചി എവിടെ പോയി കുമാരേട്ടാ? ആഹാ, താനോ? എന്താ വന്നത്? ഇന്നിനി പുതിയ വല്ല പ്രശ്നങ്ങളും കൊണ്ടാണോ താൻ വന്നേക്കുന്നത്? എന്റെ കുമാരേട്ടാ, നിങ്ങളും കൂടി അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ കുമാരേട്ടൻ പറയുന്നേ? വേണ്ട വേണ്ട, എന്തുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ എനിക്കും തനിക്കും ദേവൂട്ടിക്കും അറിയാലോ. അന്ന് ആ ഗസ്റ്റ് ഹൗസിലെ മാനേജരുമായി വെറുതെ ഒരു കശപിശ ഉണ്ടാക്കേണ്ട കാര്യം വേണമായിരുന്നോ? അങ്ങനെ വെറുതെ ഒരു കശപിശ ഉണ്ടായതല്ലോ. ദേവു ചേച്ചി അറിയാതെ അയാള് ചേച്ചിയുടെ വീഡിയോ എടുത്തോണ്ടല്ലേ ഞാൻ അയാളുമായിട്ട് ഉടക്കിയത്. അയാൾ എടുത്ത വീഡിയോ ഒരു മോശം കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ദോഷം ആർക്കാ? ദേവു ചേച്ചിക്കല്ലേ. അതൊക്കെ ഓർത്തപ്പോ ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ദേവു ചേച്ചി എന്നോട് വഴക്കിട്ടത് വേറെ എന്തോ മനസ്സിൽ വെച്ചിട്ടാ. അതെനിക്ക് മനസ്സിലായി. അതെന്തെങ്കിലും ആവട്ടെ, ദേവൂട്ടി അമ്പലത്തിൽ നിന്ന് വരുമ്പോ താൻ വെറുതെ അതും ഇതും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി വന്നതല്ല കുമാരേട്ടാ. ദേവു ചേച്ചിക്ക് ഒരു ദോഷവും വരുത്തരുതെന്നേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. കേട്ടോ മോളെ, അന്നത്തെ ആ സംഭവത്തില് ഇയാൾക്ക് നല്ല മനസ്താപമുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇയാള് പറഞ്ഞാലും കാര്യമുണ്ട്. മോളറിയാതെ ഒരാളെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോ ഇയാൾക്കത് ഇഷ്ടമായില്ല. അത് ദുരുപയോഗം ചെയ്താലോ ഒന്നും പേടിച്ചിട്ടാ അന്ന് ഇയാള് ആ മുരളിയോട് ചൂടായത്. മോൾ അതൊന്നും മനസ്സിൽ വച്ചേക്കണ്ട. വിനോദിനെ കുറിച്ച് താൻ എന്തെങ്കിലും മോശമായി അവന്റെ പെങ്ങളോട് സംസാരിച്ചോ? അതൊക്കെ ദേവൂട്ടി പറഞ്ഞിട്ടെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അവനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കുമാരേട്ടാ. പിന്നെ അയാളുടെ കൂട്ടുകെട്ട് അല്പം ശ്രദ്ധിക്കണമെന്നേ ഞാൻ അഖിലോട് പറഞ്ഞിട്ടുള്ളൂ. മയക്കുമരുന്ന് മാഫിയയിൽപ്പെട്ട അഭിരാജ് എന്ന ഒരുത്തനുമായിട്ട് വിനോദ് ഈയിടെയായി അടുപ്പത്തിലായിട്ടുണ്ട്. അത് അവന് ദോഷം ചെയ്യും, സൂക്ഷിക്കണമെന്ന് ഞാനന്ന് അഖിലോട് പറഞ്ഞു. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെങ്ങനെ ഒരു കുറ്റമാവുന്നേ? ഇയാളൊരു നല്ല ഉദ്ദേശം വെച്ചാ ആ കൊച്ചന്റെ പെങ്ങടെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അത് മോള് പറഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചത് അവരുടെ അറിവുകേട്. അതിന് ഇയാളെന്ത് പിഴച്ചു? ആരോടും ഒരു പിണക്കമില്ലാന്ന് എന്നോടല്ലല്ലോ പറയേണ്ടത്. ദാ ഇയാളോട് പറഞ്ഞേക്ക്, ആൾക്കൊരു സമാധാനമാകട്ടെ. ഔ, എനിക്ക് സമാധാനമായി. ദേവു ചേച്ചിക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് അറിഞ്ഞാൽ മതി.